അത്യുന്നതനായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തകത്തിലെ അവസാന അധ്യായങ്ങളായ 26ഉം 27ഉം അധ്യായങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗങ്ങൾ. ലേവ്യ പുസ്തകത്തിലെ 26ഉം 27ഉം അധ്യായങ്ങൾ ദൈവത്തോടുള്ള നിയമനിഷ്ഠ, അനുസരണം, വിശുദ്ധി, സമർപ്പണം എന്നിവയെ ശക്തമായി ഊന്നിപ്പറഞ്ഞുകൊണ്ട് പുസ്തകത്തെ സമാപിപ്പിക്കുന്നു. ഈ അധ്യായങ്ങൾ ദൈവാനുസരണത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവവിരുദ്ധതയുടെ ഫലങ്ങളും വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ കരുണ, നിയമവിശ്വസ്തത, ദൈവസന്നിധിയിൽ ചെയ്യുന്ന പ്രതിജ്ഞകളുടെ വിശുദ്ധത എന്നിവയും വ്യക്തമാക്കുന്നു. 26ആം അധ്യായം വിഗ്രഹാരാധന നിരോധിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങൾ വിഗ്രഹങ്ങളെയും കൊത്തുപ്രതിമകളെയും ആരാധിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചു. അവർ ദൈവത്തിൻ്റെ ശബ്ബത്തുകളെ ആചരിക്കുകയും വിശുദ്ധ മന്ദിരത്തെ ഭക്തിപൂർവം ആദരിക്കുകയും വേണം. ഇവ വെറും മതാചാരങ്ങളല്ല, ദൈവനിയമത്തോടുള്ള വിശ്വസ്തതയുടെ അടയാളങ്ങളായിരുന്നു. ജനങ്ങൾ ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവം പ്രഖ്യാപിച്ചു. സംയോജിതമായ മഴ, സമൃദ്ധമായ വിളവെടുപ്പ്, ദേശത്തിലെ സമാധാനം, ശത്രുക്കൾക്കെതിരായ ജയം, സന്തതി വർധന, ദൈവസാന്നിധ്യം എന്നിവ അനുഗ്രഹങ്ങളായി വാഗ്ദാനം ചെയ്തു. ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും എന്ന വാഗ്ദാനം ദൈവത്തിൻ്റെ നിയമബന്ധത്തിൻ്റെ ഹൃദയ സത്യമാണ്. എന്നാൽ അനുസരണക്കേടിനുള്ള മുന്നറിയിപ്പുകളും ഇവിടെ കാണാം. ദൈവകൽപ്പനകളെ തള്ളിക്കളഞ്ഞാൽ രോഗങ്ങൾ, വരൾച്ച, ക്ഷാമം, ശത്രുക്കളുടെ ആക്രമണം, ദേശനാശം, പ്രവാസം എന്നിവ അനുഭവിക്കേണ്ടി വരും. നിരന്തരമായ പാപം മനുഷ്യഹൃദയത്തെ കഠിനമാക്കുകയും കൂടുതൽ ശിക്ഷകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ന്യായവിധിക്കിടയിലും ദൈവകരുണ തെളിഞ്ഞു നിൽക്കുന്നു. ജനങ്ങൾ പാപം ഏറ്റുപറഞ്ഞ് താഴ്മയോടെ ദൈവത്തിലേക്ക് മടങ്ങിയാൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുണ്ടാക്കിയ നിയമം ദൈവം ഓർക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവം തൻ്റെ ജനത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല, കാരണം അവൻ നിയമത്തിൽ വിശ്വസ്തനാണ്. ഈ അധ്യായം ദൈവശിക്ഷ ശിക്ഷിക്കാനല്ല, തിരുത്താനും പുനഃസ്ഥാപിക്കാനുമാണെന്ന് പഠിപ്പിക്കുന്നു. ആത്മീയമായി ഈ അധ്യായം ദൈവാനുസരണം ആത്മീയ അനുഗ്രഹവും സമാധാനവും ദൈവസാന്നിധ്യവും ആത്മീയ ഫലവും നൽകുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികൾ പഴയ നിയമക്രമത്തിന് കീഴിൽ അല്ലെങ്കിലും ദൈവത്തോടൊപ്പം നടക്കുന്ന ജീവിതം സമാധാനത്തിലേക്കാണ് നയിക്കുന്നത് എന്ന സത്യം ഇന്നും നിലനിൽക്കുന്നു. അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ ലഭിക്കുന്ന ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങളെ സൂചിപ്പിക്കുന്നു. ദൈവസാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ വാസത്തിലൂടെ നിറവേറുന്നു. ദേശത്തിലെ സമാധാനം വിശ്വാസിയുടെ ഹൃദയത്തിലെ ക്രിസ്തു സമാധാനത്തെ സൂചിപ്പിക്കുന്നു. ഫലഭൂയിഷ്ഠത ആത്മീയ വളർച്ചയെയും ദൈവിക സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. ദൈവവിരുദ്ധതയുടെ മുന്നറിയിപ്പുകൾ പാപത്തിന് ഫലങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്ഥിരമായ അനുസരണക്കേട് ആത്മീയ വരൾച്ചയിലേക്കും ദൈവ സഹവാസത്തിൻ്റെ തകർച്ചയിലേക്കും നയിക്കും. എബ്രായർ 12-ാം അധ്യായം പ്രകാരം ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അതിനാൽ ദൈവശിക്ഷ തള്ളിപ്പറയലല്ല, പിതൃസ്നേഹത്തിൻ്റെ തെളിവാണ്. ഇന്നത്തെ വിഗ്രഹാരാധന കൊത്തുപ്രതിമകളാകണമെന്നില്ല. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഹൃദയത്തിൽ ഇരിക്കുന്ന എന്തും വിഗ്രഹമാണ്. ധനം, അധികാരം, ജോലി, ബന്ധങ്ങൾ, സൗകര്യം, സ്വാർത്ഥത എന്നിവയൊക്കെയും. ഏറ്റവും പ്രധാനമായി ഈ അധ്യായം യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യൻ പരാജയപ്പെട്ടിടത്ത് ക്രിസ്തു പൂർണ്ണ അനുസരണം കാഴ്ചവെച്ചു. അവനിലൂടെ വിശ്വാസികൾ ദൈവസമാധാനവും നിയമബന്ധവും പ്രാപിക്കുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഈ അധ്യായം അനുസരണം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. രക്ഷ കൃപയാൽ വിശ്വാസത്തിലൂടെയാണ് ലഭിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസം ദൈവത്തെ ബഹുമാനിക്കുന്ന ജീവിതം സൃഷ്ടിക്കും. ഈ അധ്യായം വിശ്വാസികളെ ഹൃദയത്തിലെ മറഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെ പരിശോധിക്കാൻ വെല്ലുവിളിക്കുന്നു. പലരും പുറമേ ദൈവത്തെ ആരാധിക്കുമ്പോഴും ഉള്ളിൽ ലൗകിക സുരക്ഷകളിൽ ആശ്രയിക്കുന്നു. ദൈവം പൂർണ്ണ സമർപ്പണമാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയവർക്കും ഈ അധ്യായം പ്രത്യാശ നൽകുന്നു. വലിയ പാപത്തിന് ശേഷവും മാനസാന്തരത്തിലൂടെ പുനഃസ്ഥാപനം സാധ്യമാണെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. സഭകൾക്കും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാം. ആത്മീയ വിട്ടുവീഴ്ച വിശ്വാസ സമൂഹങ്ങളെ ദുർബലമാക്കും. എന്നാൽ ദൈവജനങ്ങൾ താഴ്മയോട് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെടുമ്പോൾ പുനരുദ്ധാരണം സാധ്യമാണ്. 27-ാം അധ്യായം നേർച്ചകൾ, സമർപ്പണങ്ങൾ, ദൈവത്തിനായി മാറ്റിവെച്ച വസ്തുക്കൾ എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവത്തിനായി സമർപ്പിച്ച ആളുകൾ, മൃഗങ്ങൾ, വീടുകൾ, സ്വത്തുക്കൾ എന്നിവയുടെ മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ കാണാം.
ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ വിശുദ്ധവും ഗൗരവമുള്ളതാണെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നു. ദശാംശം ദൈവത്തിനുള്ളതും വിശുദ്ധവുമാണെന്ന് ഇവിടെ പറയുന്നു. മൊത്തത്തിൽ ഈ അധ്യായം ആരാധന, ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉൾക്കൊള്ളുന്നതാണെന്ന് പഠിപ്പിക്കുന്നു. ആത്മീയമായി ഈ അധ്യായം സമർപ്പണത്തെയും കാര്യസ്ഥതയെയും കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം, കഴിവുകൾ, ധനം, സമയം, വിഭവങ്ങൾ എല്ലാം ഒടുവിൽ ദൈവത്തിൻ്റേതാണ്. ആരാധന പാട്ടുകളിലും ആചാരങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല. യഥാർത്ഥ ആരാധന നമ്മുടെ ജീവിതത്തെ മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കുന്നതിലാണ്. റോമർ 12:1 ഈ സത്യത്തെ ആവർത്തിക്കുന്നു. വാഗ്ദാനങ്ങളുടെ ഗൗരവം വിശ്വാസികളെ സത്യസന്ധതയിലേക്കും വിശ്വസ്തതയിലേക്കും വിളിക്കുന്നു. അതെ എന്നാൽ അതെ എന്നും, അല്ല എന്നാൽ അല്ല എന്നും ആയിരിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. ദശാംശത്തിൻ്റെ തത്വം നന്ദിയും ദൈവാശ്രയവും പഠിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ സന്തോഷപൂർവമായ ദാനമാണ് പ്രധാനമെങ്കിലും ദൈവത്തെ നമ്മുടെ സമ്പത്തിൽ ആദരിക്കണമെന്ന തത്വം ഇന്നും പ്രസക്തമാണ്. ഇന്നത്തെ വിശ്വാസികളിൽ പലരും വായി മാത്രം ദൈവത്തിന് സമർപ്പിതരാണെന്ന് പറയുന്നു, എന്നാൽ സ്ഥിരതയോടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു. ഈ അധ്യായം വികാരപരമായ വാഗ്ദാനങ്ങളെക്കാൾ വിശ്വസ്തമായ ജീവിതത്തിലേക്കാണ് വിളിക്കുന്നത്. ഇത് നല്ല കാര്യസ്ഥതയും പഠിപ്പിക്കുന്നു. നമ്മുടെ ജോലി, വീട്, ധനം, ശുശ്രൂഷ, കഴിവുകൾ എല്ലാം ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കണം. ദൈവസന്നിധിയിൽ ചെയ്ത പ്രതിജ്ഞകളെ മാനിക്കണമെന്നും ഈ അധ്യായം പഠിപ്പിക്കുന്നു. വിവാഹം, ശുശ്രൂഷ, സേവനം, വ്യക്തിപരമായ സമർപ്പണം എന്നിവയിൽ വിശ്വസ്തത ആവശ്യമുണ്ട്. അവസാനമായി വിശുദ്ധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ബാധകമാണെന്ന് ലേവ്യാപുസ്തകം ഓർമ്മിപ്പിക്കുന്നു. ദൈവം പൊതു ആരാധന മാത്രം അല്ല, ദിനംപ്രതി വിശ്വസ്തമായ ജീവിതവുമാണ് ആഗ്രഹിക്കുന്നത്. ഈ അധ്യായങ്ങൾ ചില പ്രധാന ദൈവശാസ്ത്ര സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ദൈവം വിശുദ്ധനാണ്. തൻ്റെ ജനത്തിലും ദൈവം വിശുദ്ധി ആഗ്രഹിക്കുന്നു. ദൈവ നിയമബന്ധം അനുഗ്രഹവും ഉത്തരവാദിത്വവും ഉൾക്കൊള്ളുന്നു. പാപത്തിന് ഫലമുണ്ട്, എന്നാൽ മാനസാന്തരം പുനഃസ്ഥാപനം നൽകുന്നു. മനുഷ്യർ പരാജയപ്പെട്ടാലും ദൈവം വിശ്വസ്തനായി തുടരുന്നു. ആരാധനയിൽ അനുസരണം, കാര്യസ്ഥത, പൂർണ്ണ സമർപ്പണം എന്നിവ ഉൾപ്പെടുന്നു. യേശുക്രിസ്തു ദൈവ നിയമത്തെ പൂർണ്ണമായി നിറവേറ്റി മനുഷ്യനെ ദൈവ സഹവാസത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നു. ലേവ്യ പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങൾ സുവിശേഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യൻ അനുസരണത്തിൽ പരാജയപ്പെടുന്നു, എന്നാൽ ക്രിസ്തു പൂർണ്ണ വിജയി ആകുന്നു. അവനിലൂടെ വിശ്വാസികൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി ജീവിക്കാൻ വിളിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്തെ കൈക്കൊള്ളുന്ന മറഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളോ വിട്ടുവീഴ്ചകളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? എൻ്റെ പ്രവൃത്തികളിലും പ്രതിജ്ഞകളിലും കാര്യസ്ഥതയിലും ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിതനായ വ്യക്തിയായി ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.